കേക്കച്ചനെ പൊങ്കാലയിടുന്നത് CPM ഏജന്റുമാരോ? കേക്കച്ചൻ ഒരുക്കിയ തേൻകണിയുടെ ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മാധ്യമങ്ങൾ ഒന്നടങ്കം ആരോപണശരങ്ങൾ തൊടുത്തുവിട്ടെങ്കിലും യാതൊരു തെളിവുകളുമില്ലാതെ വെറും ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു അതെല്ലാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞു. ഊഹാപോഹങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങൾ നാണം കെട്ട് ഒടുവിൽ ആ പരിപാടി അങ്ങ് നിർത്തി. ഇപ്പോൾ പ്രതിരോധത്തിലായത് VD സതീശനാണ്. യാതൊരു തെളിവുകളുമില്ലാതെ, പരാതിക്കാരില്ലാതെ, ശത്രുതാ മനോഭാവത്തോടെ ആരോപണം വന്ന ആദ്യ ദിനത്തിൽ തന്നെ രാഹുലിനെതിരെ കടുത്ത നടപടിയെടുത്ത VD സതീശന്റെ ഉദ്ദേശശുദ്ധിയെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി. പറയുവാൻ യാതൊരു ന്യായീകരണമില്ലെങ്കിലും എടുത്ത നടപടി പാളി, തെറ്റുതിരുത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ അടിത്തറ തന്നെ തകരും എന്ന് മനസ്സിലാക്കിയിട്ടും നാറിയ നിലപാടും പറഞ്ഞു നിൽക്കുന്ന പണീശനെ കോൺഗ്രസ് അനുഭാവികൾ തന്നെ ഇപ്പോൾ വലിച്ചു കീറുകയാണ്. ഇത് കണ്ട് സതീശന്റെ ചെരുപ്പ് നക്കികൾ പറയുന്നത് ഇതിനു പിന്നിൽ CPM ആണ് എന്നാണ്, പെയ്ഡ് ഏജന്റുമാരാണ് എന്നൊക്കെയാണ്. നാണം കെട്ട് കേക്ക് നക്കുവാൻ പോയി കവിളിലൂടെ മൂത്രമൊലിച്ചിറങ്ങി നിൽക്കുന്ന കേക്കച്ചനെ എല്ലാവരും ചേർന്ന് വെളുപ്പിക്കണം എന്നാണ് അഭ്യർത്ഥന. ഇത് പറയുന്നത് മറ്റാരുമല്ല, സതീശന്റെ മറ്റൊരു അരമന കിങ്ങിണി റോജി M. ജോൺ എന്ന അമൂൽ ബേബിയാണ്. അരമനക്കുണ്ടനെ നിയമിക്കുന്നതിന് പകരം ഈ കിങ്ങിണിയെ KPCC പ്രസിഡന്റ് ആക്കണമെന്നായിരുന്നു പള്ളിത്തന്തന്മാരുടെ ആദ്യത്തെ ആവശ്യം. ഇവൻ KPCC ആസ്ഥാനത്ത് നിൽക്കുന്നത് കണ്ടാൽ ആരെങ്കിലും സിപ്പപ്പ് മേടിച്ചു കൊടുക്കും, അതിനുള്ള പക്വത പോലും തോന്നത്തില്ല എന്നും പറഞ്ഞാണ് മുതുക്കനായ അരമനക്കുണ്ടനെ പിടിച്ച അവസാനം ആ പദവിയിൽ ഇരുത്തിയത്. മിടുമിടുക്കനായ K. സുധാകരനെ മാറ്റി ഇതുപോലെ ഒരു മൊണ്ണയെ പിടിച്ച് കസേരയിൽ ഇരുത്തിയതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് കോൺഗ്രസ് അനുഭവിക്കുന്നത്. സതീശൻ പറയുന്നത് ഇവിടെ കളക്റ്റീവ് മാനേജ്മെന്റ് ആണെന്നാണ്. കളക്റ്റീവ് മാനേജ്മെന്റ് ആണ് ഏറ്റവും വേസ്റ്റ് ഫോം ഓഫ് മാനേജ്മെന്റ്. പലരും കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന് കേട്ടിട്ടില്ലേ? വീട്ടിലെ തന്തയ്ക്ക് കഴിവില്ലാതെ വരുമ്പോൾ നാട്ടിലുള്ള സകല എംബോക്കികളും കേക്ക് നക്കികളും വീട്ടുഭരണത്തിൽ കയറി കൈയിടും. കിഴങ്ങന്റെ ഭാര്യ നാട്ടുകാരുടെ എല്ലാവരുടെയും ഭാര്യ എന്ന് പറയുന്നത് പോലെ എല്ലാ ചൂലികളും ഇപ്പോൾ KPCC ആസ്ഥാനത്ത് കയറി മെഴുകുകയാണ്. അടിയന്തരമായി KPCCക്ക് നട്ടലുള്ള ആണൊരുത്തനെ പ്രസിഡന്റായി വേണം. യുവമാരെല്ലാവരും ചേർന്ന് KPCCയെ ഒരു സംബന്ധ തറവാട് പോലെയാക്കി കഴിഞ്ഞു. കേക്കച്ചനെതിരെയുള്ള സൈബർ ആക്രമണത്തിനെതിരായി പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്നാണ് കേക്കച്ചന്റെ ചെരുപ്പ് നക്കി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രാഹുലിനെ വലിച്ചു കീറിയപ്പോൾ കേക്കച്ചന്റെ ഈ ചെരുപ്പ് നക്കിക്ക് വേദനിച്ചില്ല. അന്നവൻ അണ്ണാക്കിൽ പഴവും തിരുകി കുനിഞ്ഞിരുന്നു. ഇതൊന്നും കാണാൻ വയ്യുന്ന മട്ടിൽ. ഇപ്പോൾ കേക്കച്ചന്റെ തരവഴി പാളി ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെടുത്ത് പൊങ്കാലയിട്ട് തുടങ്ങിയപ്പോൾ ഇതാ വരുന്നു, അത് CPM സൈബർ പോരാളികളാണ്, പെയ്ഡ് ഏജന്റുമാരാണ്, സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും കിട്ടുന്നത് കുനിഞ്ഞിരുന്ന് ഒറ്റയ്ക്കങ്ങ് മേടിച്ചാൽ മതി. 2 ആഴ്ച ഈ നാമത്തിൽ കുറെ ഷൈൻ ചെയ്തതല്ലേ. കേക്കച്ചന്റെ ചെരുപ്പ് നക്കി അരമനക്കിങ്ങിണി ഈ ITV ന്യൂസിലൂടെ കേൾക്കുന്നത് പെയ്ഡ് ഏജന്റുമാരുടെ ശബ്ദമല്ല, CPM PR കൂലിത്തൊഴിലാളികളുടെ സ്വരവുമല്ല. നീ നിന്റെ അപ്പന്റെ ഞരമ്പിലൂടെ ഓടിയപ്പോൾ വരമ്പിലൂടെ ത്രിവർണ്ണ പതാകയുമായി ഓടിയ കോൺഗ്രസ് പാർട്ടിയെ നെഞ്ചിലേറ്റിയ പ്രവർത്തകരുടെ ആ ഉറച്ച ശബ്ദമാണ് നീ ITV ന്യൂസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നീ പോയി വല്ല ധ്യാനം കൂടുകയോ അച്ഛന്മാരുടെ കുപ്പായം പൊക്കിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. തരവഴി കാണിച്ചവനെ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നിടത്ത് നീ എന്തിനു വലിഞ്ഞു കയറി വന്ന് ഇടിമേടിക്കണം? തരവഴി കാണിച്ച കേക്കച്ചനെ ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു കീറുന്നത് തുടരുന്നു. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഈ പ്രതികരണങ്ങളിൽ ഏതെങ്കിലും ഒരാൾ CPM ഏജന്റുമാരാണ്, പെയ്ഡ് ഏജന്റുമാരാണ് എന്ന് നിനക്കൊക്കെ തെളിയിക്കുവാൻ സാധിച്ചാൽ നിന്റെയൊക്കെ മാനം പോയ കേക്കച്ചനെ ഞങ്ങൾ മിസ്റ്റർ VD സതീശൻ എന്ന് തുറന്നു വിളിക്കും. എൻ്റെ പേര് ഷീന, കാസർഗോഡ് നിന്ന് വിളിക്കുന്നു. ഞാനും രാഹുലിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് സാറിനെ വിളിക്കുന്നത്. രാഹുൽ എന്തായാലും നിയമസഭയിലേക്ക് വരണം. നമ്മൾ സാധാരണ വീട്ടമ്മമാരാണ്. എനിക്കും ഒരു 2 പെൺകുട്ടികളും ഒരു മോനും ഉണ്ട്. സാധാരണ വീട്ടമ്മമാരാണ്. രാഹുൽ എന്തായാലും നിയമസഭയിലേക്ക് വന്നേ പറ്റുള്ളൂ. ഞങ്ങൾ ഈ ചാനലിലൊക്കെ കാണുമ്പോൾ എല്ലാം അതിനകത്ത് പറയുന്നുണ്ട് PR വർക്കാണ്. ഇത് PR വർക്കൊന്നും അല്ല കേട്ടോ. സാധാരണ വീട്ടമ്മമാരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്ക് സതീശനെയും അവരെല്ലാവരും പുറത്താക്കണമെന്ന് ഞങ്ങളെല്ലാം ആഗ്രഹം. ഞാനൊരു കോട്ടയംകാരിയായിരുന്നു. ഇപ്പം ഞങ്ങൾ കാസർഗോഡാണ് താമസിക്കുന്നത്. അപ്പോൾ സാറിനോട് എനിക്ക് ഇതേ മാത്രമേ പറയാനുള്ളൂ. ഉറപ്പായിട്ടും രാഹുൽ വന്നേ മതിയാവുള്ളൂ. ഞങ്ങൾ ഷാഫിനെയും രാഹുലിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ ഇനി ഞങ്ങൾ ആ വോട്ട് വേണ്ടാന്ന് വെക്കുന്ന പോലെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്ക് ഒരിക്കലും സതീശനോ അങ്ങനെ ഒരാളും വേണ്ടാന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. സതീശൻ ഇന്നലെയൊക്കെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടായി, കേരളം ഒന്നടങ്ക് വന്നാലും ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങളല്ല ഇവരെല്ലാം ജയിപ്പിച്ചു വിട്ടത്.
ഞങ്ങൾ ഒരുപാട് ആൾക്കാർ സംസാരിക്കുമ്പോൾ എല്ലാവരും രാഹുലിന്റെ കാര്യത്തെക്കുറിച്ചായി പറയുന്നത്. ഇന്ന് പെൺകുട്ടികൾ ഇന്ന് ചെയ്യുന്നതെല്ലാം ശരി തന്നെ. പെൺകുട്ടികൾ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയതല്ലേ. എനിക്കുകൊണ്ട് 2 പെൺകുട്ടികൾ, സത്യം തന്നെയാണ്. തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ ഉമ്മൻചാണ്ടിനെ തന്നെ കാണുന്നില്ലേ, ആദരവായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ വരെ എത്ര അധപ്പതിച്ചു. ഞങ്ങളെല്ലാം ആ വാർത്തകളെല്ലാം കണ്ടപ്പോൾ ഞങ്ങളെല്ലാം കരയലായിരുന്നു. ഞങ്ങൾക്കെല്ലാം അറിയാം ആ വീട്ടുകാരെ എല്ലാം കരയിലായിരുന്നു. ഇനി രാഹുലിന് അങ്ങനെ ഒരിക്കൽ പോലും രാഹുലിന് പറ്റാൻ പാടില്ല. ഇവരിങ്ങനെ പെണ്ണിനെ ഇറക്കി കളിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ല വെറുതെ ആണെന്നുള്ളത്. അവർക്ക് മുഖ്യമന്ത്രി കസേര കയറിയിരിക്കാനുള്ള പരിപാടിയാണത്. രാഹുൽ എല്ലാം നല്ല തല ഉയർത്തിപ്പോൾ നല്ല തൻ്റെ അടുത്തോടെ നിന്ന് സംസാരിക്കുന്ന പിള്ളേരാണ്. അവരെയൊക്കെ തരം താഴ്ത്തി വെച്ചിട്ടുണ്ട് എന്തിനാണ്? അതാണ് സാറേ എനിക്ക് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും രാഹുൽ വന്നേ മതിയാവുള്ളൂ. രാഹുലിനെ ഇത് സാർ എങ്ങനെയെങ്കിലും അറിയിക്കണം, ജനങ്ങൾ കൂടെയുണ്ട് എന്ന്. ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ കാണുന്നുണ്ട്. PR വർക്കാണ്. ഇത് PR വർക്കൊന്നുമല്ല, ഇത് സാധാരണ വീട്ടമ്മമാർ തന്നെയാണ്. അതാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. എങ്ങനെയാണെങ്കിലും വന്നേ മതിയാവുള്ളൂ രാഹുൽ തൻ്റെ അടുത്തോടു കൂടി. അതേപോലെ രാഹുലിന്റെ ഇത് വെളിപ്പെടുത്തണം. ആ പെൺകുട്ടികൾക്കില്ലാത്തത് എന്താണ് ഈ രാഹുലിനുള്ളത്? രാഹുൽ പറയാ പെൺകുട്ടി അവർ വെളിപ്പെടുത്തിയെന്നല്ല പറഞ്ഞത്, ചെറുപ്പം കൊണ്ടൊന്നല്ല. പക്ഷെ രാഹുൽ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞേ മതിയാവുള്ളൂ. മിണ്ടാതിരിക്കുകയോ ചെയ്യരുത്. അത് ജനങ്ങൾ അറിയണം ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും രാഹുൽ ഇത് പുറത്ത് പറഞ്ഞേ മതിയാവുള്ളൂ. രാഹുൽ പുറത്ത് വരണം. സാറേ, ഞാൻ പ്രസന്നകുമാർ. ഈ കിഴങ്ങേശ്വരനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, അവൻ നിർബന്ധമായി ഉത്തരം തരേണ്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റിലാണല്ലോ അവൻ ഇരിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതായത് കോൺഗ്രസ്സുകാരോട് മാത്രമല്ല, അവന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ 3.5 കോടി ജനങ്ങളോടും ഉത്തരവാദിത്വമുണ്ട്. ഒരേപോലെ അവൻ ആ ഉത്തരവാദിത്വം കാണിക്കേണ്ടവനാണ്. അവന് ഞാൻ കയർ മേടിച്ചു കൊടുക്കാം രാഹുലിനെ തൂക്കിലേറ്റാൻ. പക്ഷേ ഈ ഒരു ഉത്തരം പറഞ്ഞിട്ടേ പറ്റുള്ളൂ. ഇല്ല, ഇവനെ ഞാൻ തൂക്കിലേറ്റേണ്ടി കിട്ടിയ. അതായത് ഇവിടെ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു പെണ്ണ് ഭരണ കക്ഷിയുടെ കൂട്ടത്തിലിരുന്ന് അവളുടെ കൈകൊണ്ട് ചെയ്ത കുറേ ക്രിയകൾ അവൾ വെളിപ്പെടുത്തി. സാമ്പത്തിക കുറ്റകൃത്യം മുതൽ പെണ്ണുകേസ് വരെ നേരിട്ട് അവളോട് ചെന്ന് ഇടപെട്ട ആൾക്കാർ, നിസ്സാരക്കാരൊന്നുമല്ല. മന്ത്രിമാർ, MLA മാർ, ആ മന്ത്രിസഭയിലെ സ്പീക്കർ അടക്കം ചെന്ന് നിന്ന് ചോദിച്ച ചോദ്യങ്ങളും എടുത്ത ഫോട്ടോകളും അയച്ചു കൊടുത്ത ഫോട്ടോകളും ഇതെല്ലാം അവൾ തെളിവായിട്ട് കൊണ്ടുവന്നു. ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണമൊക്കെ നടത്തി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇത് കോടതിക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ ആകപ്പാടെ ഒരു സാധുവിനെ ബലിയാടാക്കി. ശിവശങ്കരൻ എന്ന പേരിൽ ഉണ്ടായിരുന്ന ഒരു IAS ഓഫീസർ, ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അത് ഈ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, വേറെ കേസൊന്നും അല്ലല്ലോ. അപ്പോൾ സ്വപ്ന വെളിപ്പെടുത്തിയതെല്ലാം ശരിവെക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു അത്. അപ്പോൾ ആ സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ എതിരെ, പല നേതാക്കന്മാർ ഇപ്പം വർഷം എത്രയായി, അടുത്ത മന്ത്രിസഭ തീരാനായല്ലോ, ആരെങ്കിലും ഒരു കേസ് കൊടുത്തോ? പോലീസൊക്കെ അവരുടെ കയ്യിലാണല്ലോ ഈ കണ്ട 9 വർഷം. സ്വപ്ന എന്തെങ്കിലും ചെയ്തോ? കാരണം സ്വപ്ന വെല്ലുവിളിച്ചു, എനിക്കെതിരെ കേസ് കൊടുക്കുക, ഞാനും പ്രതിയാണിതിൽ, ഈ പണാപകരണത്തിലൊക്കെ ഞാനും പ്രതിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് കേട്ട അവസ്ഥയില്ലല്ലോ. ഭരണകക്ഷിക്കും ഇല്ല, പ്രതിപക്ഷത്തിനും ഇല്ല. ഇവൻ എന്നെ ചരയ്ക്കാൻ കയറിയിരിക്കുക ഈ കസേരയിൽ, ഈ പരനാറി. അതുകൊണ്ട് ഇവൻ അതിൻ്റെ ഒരു മറുപടി നമുക്ക് തരണം. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക ഇവൻ്റെ വായിന്ന്. ഈ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിലൂടെ അത് സത്യമല്ലായിരുന്നോ? ഒരു IAS ഓഫീസർ, സീനിയർ IAS ഓഫീസർ, ചീഫ് സെക്രട്ടറി ആയിരുന്നയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പാകത്തിനുള്ള വെളിപ്പെടുത്തൽ നടത്തിയ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ മറ്റുള്ള നേതാക്കന്മാരെയും മന്ത്രിമാരെയും പറ്റിയൊക്കെ ഉള്ളത്, വീട്ടിൽ കയറ്റാൻ കൊള്ളുകയില്ലാത്തവന്മാരും എല്ലാം ഇതിനകത്തില്ലേ. പിന്നെ മന്ത്രിസഭയുടെ നിയന്ത്രണം വഹിച്ചിരുന്ന സ്പീക്കർ വരെയും അതിൽ പെട്ടില്ലേ. ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടിയെടുത്തോ? പിന്നെ എന്തിനെ ഒരു തെളിവില്ലാത്ത ഏതോ ഒരു വർത്താനം കേട്ടിട്ട് അത് ഇവൻ പോയി കൊണ്ടുവന്ന സാധനമാണ്. ഇവൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് സാറേ, ഭരണപക്ഷത്തുനിന്ന് ഇവൻ കോടിക്കണക്കിന് രൂപ കയ്യിലാക്കിയിട്ടുണ്ട്. അതിനാ ഇവൻ ദുബായിക്ക് പോയേ. ആ പൈസ അവിടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പോയതാ ഈ കള്ളനായ, ഈ റാസ്കൽ. നമ്മൾ 3.5 കോടി ജനങ്ങളെ ഇവൻ വിറ്റ് കാശാക്കുക ചെയ്യുന്നത്. അതുകൊണ്ട്
രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചോളും. പറയേണ്ടത് പ്രതിപക്ഷ നേതാവല്ലല്ലോ, KPCC പ്രസിഡന്റ് അല്ലേ പറയണ്ടേ. ഇനി അതും അല്ലെങ്കിൽ പറയേണ്ടത് പിന്നെ ഈ UDF മുന്നണിക്ക് ഒരു കൺവീനർ ഉണ്ട്, അയാളെങ്കിലും പറയട്ടെ. അയാളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആദ്യം തെറ്റിദ്ധരിച്ചു, ഇവൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച അടൂർ പ്രകാശ്. എനിക്ക് അടൂർ പ്രകാശിനോടൊക്കെ ബഹുമാനമുള്ളത്. അയാളൊന്നും ഇമാതിരി ചണ്ടിത്തരം കാണിക്കുന്ന ആളല്ല. കുറച്ചൊക്കെ പാർട്ടിയുടെ വിധേയത്വവും സ്നേഹവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഈ KPCC പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്ന ആളും ഈ സ്ഥാനമോഹം ഇല്ലായിരുന്നെങ്കിൽ അയാളും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതുപോലെ കാണിക്കുകയില്ല. പക്ഷെ ഇതിപ്പം അയാളും കൂടെ ഇതിൽ വന്ന് പെട്ടു എന്നുള്ളതാണ്. അയാൾക്ക് അയാളുടെ നന്മ പോയി, നഷ്ടപ്പെട്ടു അതോടുകൂടി. അപ്പോൾ ആ സ്ഥാനത്തൊന്നും ഇരിക്കാൻ ഇവരൊന്നും അർഹരല്ല. ഈ 3.5 കോടി ജനങ്ങളെ ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലാതെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മാത്രമൊന്നുമല്ല. ഇപ്പോൾ എത്രയോ CPM സഖാക്കൾ ഇതിനകത്ത് വന്ന് അഭിപ്രായം പറയുന്നു. അവർക്കൊക്കെ നേരും നിറയും സത്യസന്ധമായിട്ടും കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ വഴി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ടോ, ഇവൻ വെളിപ്പെടുത്തണം. അല്ലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെളിപ്പെടുത്തണം സതീശൻ. എന്നിട്ട് അവൻ ഉറച്ചു നിൽക്കട്ടെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരാളും രംഗത്ത് വരാത്ത സ്ഥിതിക്ക് തൽക്കാലം വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊക്കെ തന്തയ്ക്ക് പറന്നവരാ, ഒറ്റ അച്ഛന് പറന്നവരാ. ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇവനെ പോലെ സ്വഭാവം കാണിക്കുന്ന കുറച്ച് പേര് ഇവൻ്റെ കൂടെ നിൽക്കുമായിരിക്കും. രാഹുൽ ഗാന്ധി ഇതൊന്നും അറിഞ്ഞാൽ, അത് മനസ്സിലാക്കി പെരുമാറിയാൽ അയാൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാ കാലത്തും യാചിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ നടക്കാം. നരേന്ദ്രമോദിയെ കണ്ടു പഠിക്കട്ടെ. ലോകരാജ്യങ്ങൾ തള്ളിക്കളഞ്ഞൊരു രാജ്യമായിരുന്നു ഇന്ത്യ ഒരു കാലത്ത്, ദരിദ്രരാഷ്ട്രം എന്ന പേരിൽ. ഇന്ന് സമ്പന്ന രാജ്യം മാത്രമല്ല, എല്ലാ ലോക നേതാക്കന്മാരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നേതാവായി മോഡി മാറി. എന്തുകൊണ്ടാണ്? അയാൾക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രതിയോഗികളെ ആ രീതികൾ അയാൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അയാൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട് അയാൾക്കൊരു കൂറുണ്ട്, രാജ്യത്തോടൊരു കൂറുണ്ട്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇത് അംഗീകരിക്കുന്നത്, വെറുതെ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് സംശുദ്ധരായ നേതാക്കന്മാരാണ് ഈ പിള്ളേർ. ഈ ഷാഫി പറമ്പിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. മാത്യു കുഴൽനാടന് അതുപോലെ തന്നെ തുല്യ സ്ഥാനം ഞാൻ കൊടുക്കുക. നല്ലൊരു നാവിൻ്റെ ആളാണ് മാത്യു കുഴൽനാടൻ. പിണറായിയെ പോലൊരു മുള്ളിനെ, ഒരു കട്ടകാര മുള്ളിനെ ഒന്ന് ചലിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് ഈ കുഴൽനാടിൻ്റെ ഒരു വ്യക്തിപ്രഭാവം തന്നെയാണത്. PT തോമസ് സാർ അത് പറഞ്ഞേച്ച് പോയി. പക്ഷെ അദ്ദേഹം ഇപ്പം ഇന്നില്ലല്ലോ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ പിന്നെ ഉണ്ടായ ഒരു മനുഷ്യനാണ് കുഴൽനാടൻ. ഇവനെയൊക്കെ ചോദ്യം ചെയ്യാൻ, നട്ടനെ നിന്ന് ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം, ആണത്തത്തോടെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ആ വ്യക്തിപ്രഭാവമുള്ള മനുഷ്യൻ. അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ധീരനാണ്, ധൈര്യശാലിയാണ് ഷാഫി പറമ്പിൽ. ഈ കാട്ടുപട്ടികൾ കൂടുന്നെന്ന് പറഞ്ഞ പോലെ ചുറ്റിനും കുറച്ചുകൊണ്ട് കുറേ എണ്ണം കൂടിയല്ലോ. വണ്ടി വിട്ടോളാൻ പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾ വഴിയൊരുക്കി തരാം, വണ്ടി വേഗം വിട്ടോളാൻ. എവിടെ വണ്ടി വിടാൻ? ഞാൻ എൻ്റെ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇറങ്ങി ധീരനവൻ. ആ മനസ്സ് ഈ സതീശന് കിട്ടുമോ? അവനൊന്ന് കാണിക്കട്ടെ. അങ്ങനെ അവനെ എതിർക്കാൻ 10 പിള്ളേർ കൂടി കഴിയുമ്പം അവിടോട്ട് ചാടി ഇറങ്ങാനുള്ള തൻ്റെ ഇടം ഇവൻ കാണിക്കട്ടെ, എന്നിട്ട് വർത്താനം പറയട്ടെ. അതുകൊണ്ട് ഈ പരമനാറി, ഈ മൊണ്ണ ഇവനെയും ചണ്ടിത്തലയും അതുപോലെ മറ്റേ കോണക്കൊണ്ടരുണ്ടല്ലോ, ഡൽഹി ഇരുന്ന് നുണ പറയുന്നവൻ, അവനെയൊന്നും കേരളത്തിൽ കാലുകുത്തിക്കരുത്. നിയമസഭയിൽ ഒരു കാരണവശാലും. കേരളം കോൺഗ്രസ് ഭരിക്കണം, ഒരു സംശയം വേണ്ട. കേരളം കോൺഗ്രസ് തന്നെ ഭരിക്കണം. അത് ഈ പിള്ളേരുടെ സെറ്റിൻ്റെ കയ്യിൽ കൊടുക്കണം ഭരണം. ഈ വാഴ്ചകളവന്മാരെല്ലാം പോട്ടെന്നേ, ഒറ്റയൊരുത്തന്നെ ഇവിടെ കച്ചി തൊടിയിക്കരുത്. നമുക്ക് 72 75 സീറ്റ് കിട്ടിയാൽ മതി, ഭരിക്കാമല്ലോ. 100 വേണ്ട, 100 സീറ്റൊന്നും വേണ്ട ഇവിടെ. ഈ പിള്ളേർ സെറ്റെല്ലാം കൂടെ നിന്ന് കഴിഞ്ഞാൽ 75 സീറ്റൊക്കെ പിടിക്കും. അത് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും. അതിൽ കൂടുതൽ കൊടുക്കും, അത് വേറെ കാര്യം. മിനിമം ഭരിക്കാനുള്ള സീറ്റ് കിട്ടും. അതുകൊണ്ട് ഇവന്മാരെ ഒന്നും ഇനിയും കച്ചി തൊടിക്കരുത്. ഇത്രയും വാശി പിടിക്കുന്ന ഈ നായെ ഇനി ഒരു കാരണവശാലും അവന് സ്ത്രീധനം കിട്ടിയതാ കേരളം. ഈയിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവന് സ്ത്രീധനം കിട്ടിയതാ. ഞങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് നടപടി എടുക്കണം എന്ന് പറയുന്നതിന് പകരം ആദ്യം ഈ അടൂർ പ്രകാശിനൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ 1-2 ദിവസം MLA സ്ഥാനം വരെ രാജിവെക്കണമെന്ന്. പിന്നെന്തുകൊണ്ട് അദ്ദേഹം അത് മാറ്റിയത്?
കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ അന്തസ്സായിട്ട് ആ അഭിപ്രായം മാറ്റി. പക്ഷേ അയാളെയൊക്കെ നിർബന്ധിക്കുന്നുണ്ട് ഇവൻ. എന്ത് നിർബന്ധിക്കാൻ? അടൂർ പ്രകാശൊക്കെ അത് മനസ്സിലാക്കി ഇടപെട്ടാൽ നന്നായി. വളർന്നു വരുന്ന ഒരു നേതാവാണ്, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ്. അല്ലാതെ ഇപ്പം ഈ മുതിർന്ന കൂട്ടത്തിൽ സുധാകരനല്ലാതെ അടൂർ പ്രകാശൊക്കെ അല്ലാതെ വേറെ ഒത്തിരി പേരെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും, ഞാനെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന നേതാക്കന്മാരുണ്ട്, പെൺകേസിൽ പ്രതികൾ, ഇന്നും സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന. അവരെ ആദ്യം രാജിവെപ്പിച്ചിട്ട് രാഹുലിനെ രാജിവെപ്പിക്കട്ടെ. 1 or 2 കയർ ഞാൻ ഇവന് മേടിച്ചു കൊടുക്കാം രാഹുലിനെ തൂക്കാൻ. അല്ലെങ്കിൽ ഈ പന്ന റാസ്കലിനെ 2 കാലേ കയർ കെട്ടി JCB കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. ഇവനെ വലിച്ച് കീറണം, അതാ വേണ്ടത്. ഓക്കെ സാർ, സാറിൻ്റെ ഈ ചാനലുള്ളതുകൊണ്ടേ ഞങ്ങളുടെ വികാരം ഇങ്ങനെയൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് എത്തേണ്ടടുത്ത് എത്തി അവന്മാർ മനസ്സിലാക്കിയ കൊള്ളാം. നന്നായി. സാറിനൊരു ബിഗ് സല്യൂട്ട്. എന്റെ കോഴിക്കോട് ഫാത്തിമ എന്റെ പേര്. സതീശനെ എടുത്ത് തോട്ടിലേക്ക് എറിയുന്നിട്ട് രാഹുലിനെ അവിടെ എല്ലാരും കൂടി കയറ്റിയിടും. സാറ് അതിന് വേണ്ടി പരമാവധി സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. എല്ലാരും ഞങ്ങൾക്കൊക്കെ രാഹുലാ വേണ്ടത്, സതീശനല്ല. സതീശൻ സഭയിൽ കയറരുതെന്ന് പറഞ്ഞ് വടിയായിട്ട് നിൽക്കുക. സതീശൻ ആട്ടി ഓടിക്കണം. ഞങ്ങളിവിടെ കൈ കെട്ടിക്കണേ അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഇവിടെ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നവരല്ലേ നമുക്ക് ആവശ്യം, ഇല്ലാത്തവരുടെ ആവശ്യമില്ലല്ലോ. സതീശന് എന്താ ഇത്ര വലിയ പ്രശ്നം? സതീശന് ജനങ്ങള് കൊടുത്തെങ്കിലല്ലേ സതീശന് ആളാവാൻ പറ്റുള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിലേ സതീശനിൽ കയറിയല്ലോ. അല്ല സതീശൻ വെറുതെ വന്നിട്ട് ജനങ്ങൾ അംഗീകരിക്കുമോ? ഞങ്ങളാരും അംഗീകരിക്കൂല. അതാ സുധാകരൻ തന്നെ വരണം, എന്നെങ്കിലേ കാര്യം നടക്കുള്ളൂ. രാവിലൊക്കെ തന്നെയല്ലേ ഇപ്പൊ ഈ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടോ. സാറേ, ഈ കേക്കച്ചൻ മുഖ്യമന്ത്രി ചട്ടയം തയ്പ്പിച്ചിരിക്കുന്നത് കുറെ കാലമായി. രാഹുലിനെ അസംബ്ലിയിൽ കയറ്റിയില്ലെങ്കിൽ കേക്കച്ചന്റെ കുപ്പായം വെറുതെ കീറത്തുണിയായി പോവും. കണ്ണൂരിന്ന് സഫിയ, രാഹുലിനോട് ഇനിയെങ്കിലും ഒന്ന് വീട്ടിലിരിക്കല്ല എന്ന് പറയാം, പുറത്തിറങ്ങാൻ പറ. നമുക്ക് രാഹുലിന്റെ കാര്യം ഇങ്ങനെ കണ്ട് ആകെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. കാരണം മാനസികാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല, അത് അങ്ങനത്തെ ഒരു വിഷമത്തിലേ ഉള്ളു. ഞങ്ങൾക്കൊന്ന് അവനെ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കും. ഒന്ന് അവന്റെ നാട്ടിലേക്ക് പോകാൻ പറ്റിയെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു എന്ന്. അത്രയും വല്ലാത്തൊരു വിഷമം ഞങ്ങൾക്കുള്ളത്. കാരണം സതീശന്റെ കാര്യം ഇപ്പൊ ഓരോ നിങ്ങളുടെ ഈ ചാനൽ ഇതെടുത്തിട്ട് നമ്മൾ ആ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തർ പ്രതികരിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, കോൺഗ്രസ് ഞങ്ങളുടെ വീട്ടിന്റെ വാതിക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ പ്രതികരിക്കാന്നറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോ നിയമസഭയിൽ കയറാൻ പാടില്ല എന്ന് അവൻ പറയണ്ടെങ്കില് അവന്റെ തറവാട്ട് സ്വത്താണോ നിയമസഭ? ഞാൻ ചോദിക്കുകയാണ്. അവന്റെ തറവാട്ട് വകയൊന്നുമല്ലല്ലോ നിയമസഭ. നിയമസഭയിലേക്ക് ജനങ്ങളല്ലേ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവനെയും തെരഞ്ഞെടുക്കുന്ന ജനങ്ങള്, പിന്നെ രാഹുലിനെയും തെരഞ്ഞെടുക്കുന്ന ജനങ്ങള്. അപ്പൊ അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സാറേ ചെയ്യാ? ഇതിനൊന്നും വേറെ പ്രതിനിധി ഒന്നും ഇല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാന്? ജനങ്ങള്, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് പിന്നെ എന്താണ് ഒരു പുതിയ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരാൻ പറ്റുമോ? ഇങ്ങനെ അവൻ രാഹുലിന്റെ ഭാഗത്തേക്കുള്ള ജനങ്ങൾ ഒരു വോട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഓൺലൈൻ വഴി എങ്ങാനോ. സാധാരണ 57 വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ. എന്റെ പിന്നെ ഭർത്താവൊക്കെ മരണപ്പെട്ട് ഇങ്ങനെ ഞങ്ങൾ ഇതായിട്ട് ഇരിക്കുക വീട്ടില്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഇവര് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്, നല്ല പോലെ പ്രതികരിക്കുന്ന ഒരു കുട്ടിയാണ് രാഹുല്. സാറേ, തെറ്റ് ചെയ്യാത്ത ആരാ ഉള്ളത്? ഇനി തെറ്റ് ചെയ്ത തന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ നിയമസഭയിലേക്ക് ചെല്ലുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവൻ പറയുന്നുണ്ടോ ഞാൻ ഒരു പെണ്ണിനെ പ്രേമിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകില്ല എന്നൊന്നും അവൻ പറയുന്നില്ലല്ലോ. അത് ആരെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ നോക്കാന്ന് വെച്ചാൽ ഇവിടെ എന്തൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുണ്ട്, ഇവിടെ എന്തൊക്കെ കാര്യം. സത്യം പറയാന്ന് വെച്ചാൽ ഫോണ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. എല്ലാം കറങ്ങി തെളിയും. 15-ാം തീയതി രാഹുൽ നിയമസഭയിൽ വരും. അതിനെ നമുക്ക് എല്ലാവർക്കും എല്ലാ പിന്തുണയും കൊടുക്കണം. ഈ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയാല് രാഹുലിനോട് വേറെ ഒരു പാർട്ടിയിലേക്കും പോവല്ല എന്ന് ദയവ് ചെയ്ത് പറയണം. കാരണം അവനോട് പിന്നെ ഒന്ന് പറയണ്ടെന്ന് വെച്ചാൽ അവനോട് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് നിയമസഭയിലേക്ക് കയറിയാലും അവനോട് പിന്നെ ഈ MLA സ്ഥാനം രാജിവെക്കാനും പാടില്ല. പോരാത്തത് പിന്നെ വേറൊരു പാർട്ടിയിലേക്കും പോവല്ല എന്ന് പറ. കാരണം മറ്റുള്ള പാർട്ടിക്കാർ അവനെ 4 കൈയും നീട്ടി സ്വീകരിക്കും, ഉറപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ രാഹുല്, ഷാഫി പറമ്പില്, സന്ദീപ് വാര്യർ, പിന്നെ നമ്മളെ ഉമ്മൻചാണ്ടി സാറിന്റെ മകന്, ഇതൊക്കെ ഞങ്ങൾക്കൊരു വലിയൊരു പ്രതീക്ഷയുള്ള ആൾക്കാരാണ്. പാലക്കാട്ട് നിന്നാണ്. പേര് വേശമ്മ, 65 വയസ്സ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്ത്രീകളുണ്ട്, വയസ്സായ അമ്മമാരുണ്ട്, ഏവന്മാര് തടുത്താലും ഞങ്ങളുണ്ട്, വരാൻ പറയണം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഭരിക്കണം. ഇവിടെ VD സതീശനും ഇല്ല. ഈ മറ്റേ മാർക്സിസ്റ്റുകാര് ഈ ചെയ്യുന്ന തമ്മാഴിത്തരം മുഴുവനും അടക്കി വെച്ചിട്ട് ഈ VD സതീശൻ ഓണത്തിന് അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചില്ലേ, നാണം കെട്ട നാറി.
അവനെയൊന്നും പാലക്കാട് കാലെടുത്ത് കുത്താൻ സമ്മതിക്കാൻ പാടില്ല. ഈ കണ്ട് കളവന്മാരിനെ കാട്ടി വീഴ്ത്ത് ചെറിയ ചുള്ളം പിള്ളേരിനെ പാർട്ടിയിൽ നിർത്തുക. ഞാനൊരു CPM ആയിരുന്നു. 16 വർഷത്തിന് ശേഷം ഞാൻ അതൊന്ന് മാറി. എല്ലാം CPM-കാരന്റെ എല്ലാം മനസ്സിലാക്കി ഞാൻ മാറിയതാണ്. പാർട്ടി നിന്ന് തന്നെയാണ്. അപ്പോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തീർച്ചയായിട്ടും പാലക്കാട് എത്തിക്കണം. ഷാഫി പറമ്പ്, രാഹുൽ മാങ്കൂട്ടം, സന്ദീപ് വാര്യർ, ചാണ്ടി ഉമ്മൻ, അതുപോലെ ശ്രീകണ്ഠൻ, ഇവര് ഭരണത്തിൽ വരണം. ഇവരാണ് മന്ത്രിമാരാവേണ്ടത്. ഒരിക്കലും അവരിനെ വിട്ടുകൊടുക്കില്ല. ഞാൻ കോഴിക്കോട് നിന്ന് തമ്പി, ഒരു വിമുക്ത പഠനമാണ്, 57 വയസ്സുണ്ട്. സാറിന്റെ പ്രതികരണങ്ങൾ ഞാൻ ദിവസവും ശ്രദ്ധിക്കാറുണ്ട്. ഈ സതീശൻ, VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം, ഇപ്പൊ അദ്ദേഹം പറയുന്ന എന്റെ മകളെ പോലെയാണ്, രാഹുൽ എന്റെ സ്വന്തം അനുജനെ പോലെയാണെന്ന് പറയുന്നു. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ മകളെ പോലെ കരുതുന്ന ഒരാളും അനുജനെ പോലെ കരുതുന്ന ഒരാളും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ വീട്ടിൽ പരിഹരിക്കൂലേ? പുറത്തേക്ക് വിടുവോ? ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, VD സതീശൻ സാറ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത വളരെ കുറവാണ് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിലും ഗുണകരമായ പോസ്റ്റ് പ്രതിപക്ഷ നേതാവാണ് എന്നത് കണ്ടുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ നേതാവായിരിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു തന്ത്രമാണെന്നും എനിക്ക് തോന്നാറുണ്ട്. അടുത്ത കാര്യം എന്ന് വെച്ചാൽ, രാഹുൽ മാങ്കൂട്ടം ഒരു കാരണവശാലും അസംബ്ലി വരാതിരിക്കരുത്. അദ്ദേഹം തീർച്ചയായിട്ടും വരണം. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇനി അദ്ദേഹത്തിന്റെ കാര്യം തീരുമാനിക്കാൻ പാലക്കാട് ജനങ്ങൾക്കേ അവകാശമുള്ളൂ. VD സതീശന് യാതൊരു അധികാരവും അവകാശവും ഇല്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും വരണം. കേരളത്തിലെ സാധാരണ ജനങ്ങൾ, നേതൃത്വത്തോട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് ജനങ്ങളല്ലാതെ ബാക്കി സാധാരണ ജനങ്ങളെല്ലാം കോൺഗ്രസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും മാത്യു കുഴൽനാടൻ, ഇങ്ങനെ VT ബൽറാം, ഇങ്ങനെയുള്ള ചുരുക്കം ആൾക്കാരെ ആണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഇതൊന്നും നേതൃത്വം ഒരുപക്ഷെ അറിയാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇമ്മാനുവൽ, ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. പറവൂർ ശാന്തയും VD സതീശനുമായിട്ടുള്ളൊരു വിഷയം ഇങ്ങനെ താങ്കളുടെ ഇതിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ സതീശൻ രാജിവെക്കണം, സതീശന്റെ പേരിൽ ഒരു അന്വേഷണം നടത്തണം, അതിന് കേസ് എടുക്കണമെന്നൊക്കെ കാണിച്ച് നമ്മൾ CM-ന് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി എന്തെങ്കിലും ഉണ്ടാവുമോ? പരാതി കഴമ്പുണ്ട്, തീർച്ചയായിട്ടും നടപടി എടുത്തല്ലേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സംഗതിയല്ല, വ്യക്തമായ നഗ്നസത്യമാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ തെളിവുകളുണ്ട്, വ്യക്തമായ തെളിവുണ്ട്, ആ സ്ത്രീ പറയുന്നുമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സതീശൻ, ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സതീശൻ രാജിവെക്കുക, സതീശന്റെ പേരിൽ കേസ് എടുക്കുക, അന്വേഷണം നടത്തുക, നടപടി സ്വീകരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ഏതെങ്കിലും ഒരു പൗരൻ, ഞാനായിക്കോട്ടെ വേറെ ആരും ആയിക്കോട്ടെ, ഒരു പൗരൻ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ മുഖ്യമന്ത്രി സതീശനെ സംരക്ഷിക്കുമോ അതോ നടപടിക്ക് ഉത്തരവിടുവോ? അല്ല, അങ്ങയോട് ഞാൻ അങ്ങനെ ചോദിച്ചു പോയതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെ ഒരു തെളിവുകൾ സഹിതം ഇങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം നടപടിയെടുക്കാൻ യാതൊരു സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തമ ബോധ്യവും യാതൊരു സംശയത. പിണറായി വിജയൻ VD സതീശനെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അല്ല, പിണറായി വിജയനും പറയുന്നില്ല, പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് സതീശനും പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ BJP നേതാക്കന്മാരുടെ നോക്കുക, ഇവന്മാരാരെങ്കിലും VD സതീശൻ അവരെ വിമർശിക്കുകയോ അവർ തിരിച്ചു വിമർശിക്കുകയോ ചെയ്യുന്നിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത്ര പക്ക എവിഡൻസ് താങ്കൾ വിട്ടുകഴിഞ്ഞപ്പോൾ ഇത് ഇവരുമൊക്കെ കാണുന്നുണ്ടല്ലോ, ഇവരുടെ അണികളും പ്രവർത്തകരും ഒക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും തെളിവുകൾ വെച്ച് സതീശന്റെ പേരിൽ നടപടിയെടുക്കേണ്ടതല്ലേ? ഇപ്പൊ ഒരു തെളിവും ഇല്ലാതെ, ഒരു പരാതിയും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് വ്യക്തമായ തെളിവുണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, ഇന്നത്തെ നമ്മുടെ സർക്കാരിന്റെ ഈ ധിക്കാരപരമായ ഈ സമീപനത്തിൽ എന്ത് തെളിവുണ്ടെങ്കിലും, എത്ര തെളിവുണ്ടെങ്കിലും, എല്ലാ കാര്യങ്ങളും സത്യമാണെങ്കിലും നടപടി എടുക്കൂല എന്നുള്ളതിന്റെ ഉത്തമ ബോധ്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇതെല്ലാം വിടുന്നുണ്ട്, ഇതെല്ലാം ജനങ്ങൾ ഇതെല്ലാം കണ്ട്. ഇപ്പൊ ഞാനും സത്യം പറഞ്ഞ എന്റെ മനസ്സും ശരീരവും ഇത് കാണുമ്പോഴത്തേക്കും ഒരു കുളിർമ കയറുകയാണ്. തെളിവുകളാണ് ഈ വിടുന്നത്, സത്യമാണ് വിടുന്നത്. ആ ശാന്ത എന്ന് പറയുന്ന സഹോദരി പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയാണെങ്കിൽ ഇയാളുടെ പേരിൽ, ഇയാൾ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തു നിന്ന് ഇയാളെ മാറ്റുകയും ഇയാളുടെ പേരിൽ നടപടിയെടുക്കുവാൻ ഈ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ പറയേണ്ടതല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല നീതിമാനായ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതല്ലേ എന്ന് നമ്മളങ്ങ് ചോദിച്ചു പോവുകയാണ്. നമ്മൾ ഈ ആഗ്രഹങ്ങൾ കൊണ്ട്, നീതി
നിയമമൊക്കെ സംരക്ഷിക്കണം, നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇത് ചെയ്യേണ്ട ആളുകൾ ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കും? ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് തെളിവാണ് ആവശ്യം, തെളിവ് വരട്ടെ എന്നെല്ലാവരും പറയുന്നുണ്ട്. തെളിവ് ഉണ്ടായിട്ട് പോലും നടപടി എടുക്കുന്നുണ്ടോ? അപ്പൊ പിന്നെ ഈ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിൽ എന്ത് വിശ്വസിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വം, എന്ത് സമാധാനമാണ് ഇവിടെ കിട്ടുന്നത്? എന്ത് പ്രതീക്ഷയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ ജനങ്ങളെ ഏത് വിധേനയും അവരുടെ വോട്ടുകളും ആ വോട്ടുകളിലൂടെ അധികാര സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ജനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രമല്ലേ നമ്മളുടെ ഇവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യത്തിൽ. ഇവരും ഇവരുടെ കുടുംബത്തിലുള്ള മക്കളും ആയമാരും ഒക്കെ അത്ര ഉപയോഗിക്കുന്നത് സാധാരണ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഈ ഒരു ചാനൽ മാത്രമാണ് ഇതിന് ഫുൾ നീതിക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. വേറെ ഞാനിങ്ങനെ ഒരു ചാനൽ ഇത്രയും ഓപ്പണായ 24 മണിക്കൂറും തുറന്നു വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു ചാനൽ ഞാൻ കാണുന്നില്ല. അപ്പൊ നമുക്കിവിടെ നീതി ലഭിക്കുവാൻ യാതൊരു സാധ്യതയില്ല. തെളിവുകളെല്ലാം ഉണ്ട്. ഒരു നിമിഷം പോലും ഇപ്പോൾ അങ്ങ് വിട്ടിരിക്കുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ ശാന്ത എന്ന് പറയുന്ന സഹോദരിയുടെ വെളിപ്പെടുത്തലിൽ ഒരു നിമിഷം പോലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹത്തിന് ഈ സുധാകരനോ ഹസനെ പോലെയുള്ള ആളുകളൊക്കെ എത്രയും വേഗം ഇവിടെ രാഹുൽ ഗാന്ധി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇയാൾ അവിടെ കിടന്നുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഈ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ അടുക്കളയിലെ ആളാണ് ഇവിടുത്തെ ഈ എന്താ പറയുക ആ ആലപ്പുഴക്കാരൻ. അയാളും അയാളുടെ ഭാര്യയൊക്കെ പറഞ്ഞതൊക്കെ കേട്ടു. അയാളുടെ ഭാര്യയും വന്നേച്ചും ഒരുപാട് മോശമായ രീതിയിൽ സംസാരിച്ചു രാഹുലിനെ പറ്റി. അപ്പോൾ അയാളും കൂടി അവിടെ സപ്പോർട്ട് കൊടുത്ത് ദുരുപദേശം കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം കൂടി മേടിച്ചുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിധമാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ രാഹുൽ ഗാന്ധിക്കും ഈ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ ജനങ്ങൾ എന്ത് മഹത്വം കൊടുക്കണം, എന്ത് വില കൽപ്പിക്കണം? ഇവരറിയുന്നില്ലേ? ഇവരെ അറിയിക്കുന്നില്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ? അപ്പൊ ഒരു നിമിഷം പോലും ഞാനിപ്പോ എൻ്റെ കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധി മാർഗത്തിൽ ഒരു സൈക്കിളും ചവിട്ടി രാഹുൽ ഗാന്ധിക്ക് പോയി ഒരു നിവേദനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എനിക്ക് 65 വയസ്സുണ്ട്. എങ്കിലും എൻ്റെ മനസ്സും ശരീരവും ഞാൻ അതിനാഗ്രഹിക്കുന്നു. പത്തനാപുരത്തുനിന്നാണ് വിളിക്കുന്നത്. സജി ജോർജ് തുരുത്തിയിൽ. ഞാൻ ചില വീഡിയോസ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കാണുകയുണ്ടായി. പക്ഷെ റിയലും ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. രാഹുൽ മാങ്കൂട്ടനെ അടുത്ത പ്രാവശ്യത്തേക്ക് 7-8 മാസം കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനാപുരത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു നിർദ്ദേശം ഞങ്ങൾ നേരത്തെയും വെച്ചതാണ്. ഇത് ഇടയ്ക്ക് ബൈ-ഇലക്ഷൻ വന്നപ്പോൾ പാലക്കാട്ട് കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി അടൂർക്കാരനായ വ്യക്തി പത്തനാപുരത്ത് നല്ല സ്വാധീനമുണ്ട്. ഒപ്പം കൊട്ടാരക്കാരനാണല്ലോ ഗണേശാണല്ലോ പത്തനാപുരത്ത് നിന്നിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പത്തനാപുരത്ത് ജയിക്കാൻ പറ്റുന്ന വ്യക്തികളാണ്. ഇപ്പം ഇനി പത്തനാപുരത്ത് കഴിഞ്ഞ വർഷം നിന്ന ആൾ തോറ്റുപോകും. ഇനി നിന്നാലും തോറ്റുപോകും. കാരണം ഉൾപാർട്ടി പോര് നല്ലപോലെ ഉണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടാകുമ്പോൾ ഈ ഇഷ്യൂസ് എവിടെയും ഉണ്ടാകുകയില്ല. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരും. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.